നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലെ ദൃശ്യങ്ങളല്ല. ബിഗ് ബോസ് താരം ജിൻഡോ ഒരു മോഷണം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജിമ്മിൽ കയറി 10,000 രൂപയും വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ചുവെന്നും CCTVകൾ നശിപ്പിച്ചുവെന്നുമാണ് ജിൻഡോയ്ക്കെതിരായ പരാതി. സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് ജിൻഡോയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കരാർ പ്രകാരമുള്ള തുക ഇതുവരെയും യുവതി നൽകിയിട്ടില്ലെന്നും തന്റെ സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ് എടുത്തതെന്നും ജിൻഡോ ന്യൂസ് 18നോട് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മ് എന്റെയാണ്. എന്റെ ജിമ്മിൽ കയറണമെങ്കിൽ ഞാൻ കള്ളനാവണെങ്ങനെയാ ലിസ്റ്റ് അഗ്രിമെന്റിൽ എന്റെ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ വരുന്നത് വന്നുകൊണ്ടിരുന്നതും എല്ലാം. അത് കഴിഞ്ഞിട്ട് 40% അവർക്ക് കൊടുക്കും, 60% എനിക്ക് തന്നതാ. ഇപ്പൊ 1 രൂപ പോലും എനിക്ക് തന്നില്ല. ഫുൾ പൈസ അവരുടെ അക്കൗണ്ടിലേക്കാണ് പോണത്. അത് എന്റെ സർട്ടിഫിക്കറ്റുകളുണ്ട്, എന്റെ കാര്യങ്ങളുണ്ട്. എനിക്ക് അവിടെ പേഴ്സണൽ റൂമുണ്ട്. അപ്പൊ എനിക്ക് അവിടെ കയറി എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ അവരോട് ഇറങ്ങിപ്പോ അമ്മരുടെ അവർ പോട്ടെ. ഇപ്പൊ അടുത്ത മാസമായ 1 year ആയി. എനിക്ക് എന്റെ ജിമ്മിനകത്ത് എപ്പോ വേണമെങ്കിൽ കയറാം. അതായത് അതിനുള്ള അവകാശമുണ്ട്. അവർക്ക് വേണ്ടി എഴുതി കൊടുത്തിട്ടില്ല. അതായത് 40% അവർക്ക് അവകാശമുള്ളൂ. അതിലും കൂടുതൽ 60% എനിക്ക് അതിനകത്ത് അവകാശമുണ്ട് നടത്താൻ. ഞങ്ങൾ രണ്ടാം കൂടി നടത്താനുള്ള അവകാശം. അപ്പൊ എനിക്ക് അവിടെ കയറാം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ബിഗ് ബോസ് സീസൺ 6 വിജയായിരുന്നു ജിൻഡോ. ഇയാൾ പിന്നീട് വിവാദ നായകനാകുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം നമുക്കറിയാം, ഈ അടുത്തിടെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടും ജിൻഡോയെ പോലീസ് അന്ന് ചോദ്യം ചെയ്തതാണ്. ഇപ്പോൾ ഈ താരത്തിനെതിരെ, ബിഗ് ബോസ് താരത്തിനെതിരെ മോഷണ പരാതി കൂടി വന്നിരിക്കുന്നു. പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ? ജിൻഡോ നൽകുന്ന വിശദീകരണം പോലെ ഇതൊരു കരാർ പ്രകാരമുള്ള തുക ഇതുവരെ നൽകാത്തത് കൊണ്ട് ആ ജിമ്മിൽ അതിക്രമിച്ചു കയറി പണം മോഷ്ടിച്ചു, വിലപ്പെട്ട രേഖകൾ മോഷ്ടിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഇതിനെ നിസ്സാരമായി കാണാൻ കഴിയുമോ? കാരണം തൻ്റെ സ്വന്തമായ, തൻ്റെ ഉടമസ്ഥയിലുള്ള, തനിക്ക് കൂടി പങ്കുള്ള ജിമ്മിൽ നിന്നും ഇങ്ങനെ സാധനങ്ങൾ എടുക്കണമെങ്കിൽ ഒളിച്ചും പാത്തും ഇരുട്ടിൻ്റെ മറവിൽ കയറേണ്ട കാര്യമുണ്ടോ ആജ്ഞ? അത് തന്നെയാണ് പോലീസും പറഞ്ഞത്. കാരണം ലീസിന് നൽകിയിരിക്കുന്ന സ്ഥാപനമാണെങ്കിൽ അത് ലീസ് കാലാവധി അവസാനിക്കുന്നത് വരെ അത് ആരുടെ പേരിലാണോ ലീസ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ പേരിലാണോ കരാർ ഉറപ്പിച്ചിരിക്കുന്നത്, അവർക്കായിരിക്കും അതിൻ്റെ അധികാരവും അവകാശവും ഒക്കെ. ജിൻഡോ ഇപ്പോൾ നമ്മളോട് പറയുന്നുണ്ട് അത് എൻ്റെ ജിമ്മാണ്, എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറയുമ്പോഴും 60% ജിൻഡോയ്ക്കും 40% ആ പരാതിക്കാരിക്കും ആ തരത്തിലാണ് അതിൻ്റെ ലീസ് ഓർഡർ കരാർ തയ്യാറാക്കിയത് എന്ന് ജിൻഡോ പറയുമ്പോഴും പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഈ കരാറിൻ്റെ ഒരു കോപ്പിയോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനമോ ജിൻഡോ പോലീസിൽ ഹാജരാക്കിയിട്ടില്ല. മാത്രമല്ല, നിയമവിരുദ്ധമായിട്ടാണ് ഈ ലീസ് എഗ്രിമെന്റ് പാലിക്കാതെയാണ് പരാതിക്കാരി മുന്നോട്ട് പോയതെങ്കിൽ അതിന് നിയമ നടപടി സ്വീകരിക്കുകയായിരുന്നു ജിൻഡോ ചെയ്യേണ്ടിയിരുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് ജിമ്മ് തുറന്ന് രാത്രിയിൽ അതിനുള്ളിൽ കയറി അതിലെ വിലപ്പെട്ട ചില രേഖകൾ 10,000 രൂപയോളം ഒക്കെ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക, CCTV തകർക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ പരാതികളൊക്കെയാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് പരാതിക്കാരിയുടെ പരാതി, അതാണ്. അതനുസരിച്ചിട്ടുള്ള FIR 331, അതായത് BNS 331, BNS 305 വകുപ്പുകൾ പ്രകാരമാണ് ജിൻഡോയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ BNS 305 എന്ന് പറയുന്നത് മോഷണ കുറ്റമാണ്. മോഷണം നടത്തിയാൽ നടത്തിയെന്ന് തെളിഞ്ഞാൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പാണ് 305, BNS 305. അതുപോലെ BNS 331 എന്ന് പറയുന്നത് ഒരു വാസസ്ഥലത്തോ അതല്ലെങ്കിൽ സ്ഥാപനത്തിലോ അതിക്രമിച്ചു കയറി അവിടുത്തെ സ്ഥാപന ജംഗമ വസ്തുക്കൾ നശിപ്പിക്കുകയോ അവിടുത്തെ ഡോക്യുമെന്ററികൾ നശിപ്പിക്കുകയോ ചെയ്യുന്ന വകുപ്പിൽപ്പെടുന്നതാണ്. അതാണ് 331. ഈ 2 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് ജിൻഡോയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പക്ഷെ ജിൻഡോ പറയുന്ന ന്യായീകരണം, അത് എൻ്റെ ജിമ്മാണ്, അവിടെ എനിക്ക് ആ ലീസ് അഗ്രിമെന്റ് എൻ്റെ കൂടി പേരിലാണ് ലീസ് അഗ്രിമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്, സ്വന്തം സ്ഥാപനത്തിൽ കയറുന്നത് ഞാൻ ആരോട് ചോദിക്കണം എന്നുള്ള വിവരങ്ങളായിരുന്നു ജിൻഡോ നമ്മളോട് പ്രതികരിച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ജിൻഡോ എന്തെങ്കിലും ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ടില്ല, ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഈ ലീസ് അഗ്രിമെന്റിൽ ഇങ്ങനെ ഒരു കരാർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ കരാർ ലംഘനമാണ് ഇതിലേക്ക് നയിച്ചതെന്നോ, തന്നെ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നയിച്ചതെന്നോ എന്ന് ജിൻഡോ പറയുമ്പോൾ, അതല്ലെങ്കിൽ തനിക്ക് കയറി ചെല്ലാൻ, ഏത് സമയത്തും കയറി ചെല്ലാൻ, കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള, അവകാശമുള്ള ഇടമാണ് ആ ജിം എന്ന് പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകൾ പോലീസിൽ ഹാജരാക്കാനോ ഒന്നും ജിൻഡോ
തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് പാലാരിവട്ടം പോലീസ് വ്യക്തമാക്കുന്നത്. അത് എന്തായാലും ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മോഷണ കുറ്റത്തിനും സ്ഥലത്ത് അതിക്രമം നടത്തിയതിനുമാണ്, അതിക്രമിച്ച് കയറിയതിനുമാണ്. അത് പണിഷബിൾ ഒഫൻസ് തന്നെയാണ് കേട്ടോ. തീർച്ചയായും. പക്ഷേ ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണെന്ന് അറിയണം. കാരണം നമുക്കറിയാം, ഈ ബിഗ് ബോസിൽ എത്തുമ്പോൾ ഒരു സെലിബ്രിറ്റി ജിം ട്രെയിനറായിരുന്നു ജിൻഡോ. നിരവധി ജിമ്മുകൾ ഇയാൾക്കുണ്ട്. പക്ഷേ ഈ അടുത്തിടെ ജിൻഡോ ഒരു വിവാദ നായകനായി മാറുന്നത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടാണ്. അന്നത്തെ ആ കേസിലെ മുഖ്യപ്രതിയായിരുന്ന തസ്ലീമയ്ക്ക് ഓൺലൈൻ വഴി ജിൻഡോ പണം അയച്ചു നൽകിയതിൻ്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. പക്ഷേ അന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ സമാനമായ രീതിയിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന, അതല്ലെങ്കിൽ ഇങ്ങനൊരു ഗുണ്ടായിസം കാണിക്കുന്ന, ഒരു മോഷണം നടത്തുന്ന ഒരു കേസുകളും മറ്റോ എന്തെങ്കിലും ജിൻഡോയ്ക്കെതിരെ മുൻപ് ഉയർന്നു വന്നിട്ടുള്ളതാണോ? ടോം സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും ജിൻഡോയെ വിവാദത്തിലാക്കിയത് ആലപ്പുഴയിലെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ജിൻഡോ തസ്ലീമയ്ക്ക് ഇത് വസ്തുക്കൾ എത്തിച്ചു കൊടുത്തു, ലഹരി വസ്തുക്കൾ എത്തിച്ചു കൊടുത്തു എന്ന് കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളായിരുന്നു അന്ന് പോലീസിന് ലഭിച്ചിരുന്നത്. അങ്ങനെയാണ് ജിൻഡോ ബിഗ് ബോസ് താരം ആയതിനു ശേഷം കുറെ കൂടി വിവാദ പശ്ചാത്തലത്തിലേക്ക് വന്നത്. അതേസമയം ജിൻഡോ ഇന്ന് ആരോപിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പരാതിക്കാരിക്കൊപ്പമുള്ള ആളെ MDMA കേസിൽ അകത്ത് കിടന്നിട്ടുള്ള ആളാണ്. അത്തരം പശ്ചാത്തലങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ എന്ന് നമ്മളോട് തന്നെ നമ്മുടെ ലൈവിൽ അദ്ദേഹം സംസാരിക്കേണ്ടത്. പക്ഷേ ഈ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത്തരം കേസുകളിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട, അതല്ലെങ്കിൽ നേരത്തെ തന്നെ ഇത്തരം കേസുകളിൽ പോലീസ് എൻക്വയറി നടത്തിയിരുന്ന ആള് തന്നെയാണ് ജിൻഡോ. ജിൻഡോയ്ക്കെതിരെ ഇത്തരം പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ പ്രത്യേകിച്ചും സ്പെസിഫിക് ആയിട്ടുള്ള ഇന്നുള്ള ഈ പരാതിയിൽ ജിൻഡോ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതെൻ്റെ ജിമ്മാണ് എന്ന് പറയുമ്പോഴും അത് ലീസ് എഗ്രിമെൻറ്റിലുള്ളതാണ്. 1 വർഷമായി അത് ലീസ് എഗ്രിമെൻറ്റിലേക്ക് പോയിട്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 11 മാസം കഴിയുമ്പോൾ ലീസ് എഗ്രിമെൻറ്റ് ഇൻവാലിഡ് ആവേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ജിൻഡോ പറയുന്ന ഈ സാഹചര്യം പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് ജിൻഡോ തന്നെ ഹാജരാക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അത് ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു ലീസ് എഗ്രിമെന്റ് നൽകുമ്പോൾ അതിൻ്റെ 60% ഓണർക്കും 40% ഈ നടത്തിപ്പുകാരിക്കും എന്ന് പറയുന്നത് ശരിക്കും അത് ലീസ് എഗ്രിമെന്റിന്റെ പാറ്റേണിൽ വരുന്നതുമല്ല. അങ്ങനെ അതല്ല ലീസ് എഗ്രിമെന്റിന്റെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കരാർ തയ്യാറാക്കുമ്പോൾ ഒരു ജിമ്മ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം ലീസിൽ വിടുമ്പോൾ ഉണ്ടാകുന്നത് അത് കരാർ എടുക്കുന്ന ആളാണ് അവർക്ക് പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും ലീസ് എഗ്രിമെന്റുകൾ തയ്യാറാക്കുക. അല്ലാതെയുള്ള അത് അതായത് ഈ ഓണറിന് 60%, 40% അങ്ങനത്തെ എഗ്രിമെന്റുകളൊക്കെ വേറെ കാറ്റഗറിയിലുമാണ് പെടുന്നത്. ലീസ് എഗ്രിമെന്റിൽ വരുന്നതുമല്ല. അത് മറ്റൊരാളെ നടത്തിപ്പിക്കാൻ ഏൽപ്പിച്ച, അല്ലെങ്കിൽ അവരെ ജോലിക്കാരാക്കിയ ശേഷം അതിൽ നിന്നുണ്ടാക്കുന്ന വരുമാനത്തിന്റെ കാറ്റഗറിയിലാണ് അത് പെടുന്നത്. അതുമാത്രമല്ല ഈ പറയുന്ന ലീസ് എഗ്രിമെന്റ് 11, അതായത് 1 വർഷത്തിനുള്ളിൽ 11 മാസമാണ് എഗ്രിമെന്റ് സാധാരണ തയ്യാറാക്കുക. അത് 1 വർഷത്തിനുള്ളിൽ ഇൻവാലിഡ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ടോം സൂചിപ്പിച്ചതുപോലെ ഒളിഞ്ഞും പാത്തും ഈ അസമയത്ത് ജിൻഡോ അവിടെ വന്ന് ഈ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതായത് മോഷ്ടിക്കാൻ വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ട് ജിമ്മിന്റെ തുറന്ന് അകത്ത് കയറി, വാതിൽ തുറന്ന് അകത്ത് കയറി എന്ന് പറയുന്ന പരാതി നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെയെങ്കിൽ സ്വന്തം സ്ഥാപനമാണെങ്കിൽ ഈ പറയുന്ന ഒരു സാഹചര്യത്തിൽ ആരുമില്ലാത്തൊരു സമയത്ത് അതിൽ നിന്ന് വന്ന നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അങ്ങേയറ്റം വീക്ഷിച്ച ശേഷമാണ് ജിൻഡോ അത് അകത്ത് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ജിൻഡോയ്ക്ക് വരേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യവും ചോദ്യമാകുന്നുണ്ട്. കാരണം അത് സ്വന്തം സ്ഥാപനമാണ്, എന്തായാലും പരിശോധിക്കേണ്ടതാണ്. കാരണം ജിൻഡോയുടെ വിശദീകരണം പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല. പോലീസ് നിലവിൽ മോഷണ കുറ്റത്തിനാണ് ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കോതമംഗലത്തെ 23